ഇത്തരം കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടാണ്. പണം ഉടനെ എത്തിച്ചു തരണം. അത് കിട്ടിയാൽ ഉടൻ ഫിനിഷ് ചെയ്തേക്കാം. वो नहीं हो सकता. अरे इसमें कोई वादा नहीं है. വിശ്വാസം, ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ വിശ്വാസമില്ല, പിന്നെയല്ലേ നിങ്ങളെ. പൈസ ജൽദി ഭേദോ സംസാ. കുഞ്ഞുവാവ എവിടെ പോവാ? കുറുക്ക് മേടിക്കാനാക്കച്ചി. കുറുക്കോ? അതെന്തുവാ? തിന്നാൻ നല്ലതാക്കച്ചി. അത് വേണ്ട കുഞ്ഞുവാവേ, അക്കച്ചി ചോറ് തരാം. ഇതാ. അയ്യോ മോളെ, മോള് ഉച്ചക്ക് പട്ടിണിയാവൂലേ? ഇയാളെ മിണ്ടണ്ട. മിണ്ടുന്നില്ല. കുഞ്ഞുവാവ പോയിക്കോ. അക്കച്ചി സ്കൂളിൽ വിട്ടിട്ട് വീട്ടിൽ വരാം. വരണേ അക്കച്ചി. വരാം കുഞ്ഞുവാവേ. അക്കച്ചി പോട്ടെ. ഇനി വിട്ടോ. ടാറ്റാ ടാറ്റാ. കുഞ്ഞുവാവേ ടാറ്റാ. ടാറ്റാ 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 ടാറ്റാ. അക്കച്ചി ചിന്താവാ. അക്കച്ചി ചിന്താവാ. അക്കച്ചി ചിന്താവാ. അക്കച്ചി ചിന്താവാ. അക്കച്ചി ചിന്താവാ. ഇത് എവിടുന്ന് കിട്ടി മോനെ? അക്കച്ചി തന്നതാ. എനിക്ക് തിന്നാനാ. ഞാൻ തിന്നോട്ടെ അമ്മേ? നിന്നോട് ആര് പറഞ്ഞു ഇത് മേടിക്കാൻ? പാവം ചക്കിമോൾ ഉച്ചയ്ക്ക് പട്ടിണി ഇരിക്കില്ലേ? അമ്മേ, എനിക്ക് വിശക്കുന്ന അമ്മേ. മോൻ കരയാതെ. അമ്മ ഇത് കൊണ്ടുപോയി അക്കച്ചയ്ക്ക് കൊടുത്തിട്ട് വരാം. വന്നിട്ട് മോന് കപ്പ വിഴുങ്ങിത്തരാം. കുഞ്ഞുവാവ എന്താ അത് കഴിക്കാതിരുന്നത്? അമ്മ വഴക്ക് പറഞ്ഞു. പിന്നെ കുഞ്ഞുവാവ എന്ത് കഴിച്ച്? അമ്മ കപ്പ പുഴുങ്ങി തന്നു. അക്കച്ചിക്ക് വെച്ചിട്ടുണ്ട്. എന്താ അക്കച്ചി? കുഞ്ഞുവാ, അക്കച്ചിയുടെ കൂടെ വാ. അക്കച്ചി കുഞ്ഞുവാക്കി ഐസ്ക്രീം, കേക്ക്, ബിസ്ക്കറ്റ് ഒക്കെ തരാം. എല്ലാം തരുവാ അക്കച്ചി? തരാം, തീർച്ചയായിട്ടും തരാം. എന്നാ ഞാൻ വരാം. ശരി, നമുക്ക് പോവാം. വാ കുഞ്ഞാവേ. വാ കുഞ്ഞാവേ. സംഭവാമി യുഗേ യുഗേ. വാ. ഈ കുട്ടി ഏതാ മോളെ? എന്റെ കുഞ്ഞോവയാ. വാ കുഞ്ഞോവ. ഇപ്പൊ കൊള്ളാം. കണ്ണാടി നോക്ക്. കൊള്ളാമോ? ഇനി പോയി നമുക്ക് വെള്ളം കഴിക്കാം. വാ. ഇതെല്ലാം എനിക്കാണോ അക്കച്ചി? ഇതെല്ലാം കുഞ്ഞോ വയ്ക്കാം. കഴിക്ക് അക്കച്ചി, ഇനിയും തരാം. തിന്നട്ടെ അക്കച്ചി? തിന്നു കുഞ്ഞോവേ. ഇതേതായി കുട്ടി? ഇതാ നേഴ്സിന്റെ കുട്ടിയല്ലേ? ഏത് നേഴ്സ്? നമ്മുടെ പ്രസാദനെ കറക്കിയെടുത്ത് വരുത്തിയില്ലേ? അവളുടെ സന്താനമാണ്. ബന്ധം സാധിക്കാൻ വന്നതായിരിക്കും. ആരാടാ എനിക്കൊരു കറക്കി വിട്ടത്? ഇതിനെ പിടിച്ച് പുറത്താക്കടാ. ഓടാ പുറത്ത്. നിന്നടാ പറഞ്ഞു പോവാൻ. എടാ പോവാൻ പുറത്ത്. നിന്നോടല്ലേ
എന്റെ ഭഗവതി, എനിക്കിത് കാണാൻ വയ്യ. മോനെ, ഞാൻ വീട്ടിൽ കൊണ്ട് ചെന്നാക്കാം. എന്റെ ജോലി പോയാലും വേണ്ടില്ല. ഈ കുഞ്ഞ് ഏതാ രാജപ്പ? നമ്മുടെ മായ സിസ്റ്ററിന്റെ മോൻ. മേനോൻകുട്ടിയുടെ കൊച്ചുപടിയോ? മോനെ, മക്കൾ എന്തിനാ കരയണത്? വലിയ വീട്ടിലെ രഹസ്യം പുറത്ത് പറയാൻ പാടില്ലെന്നുള്ള നിയമം. പക്ഷെ ഞാനത് പറയും. തുഷാരെ ബോർഡിംഗിൽ അയക്കുന്നതല്ലേ നല്ലത്. നോ, ഈ വീടിന്റെ ഐശ്വര്യം അവളാണ്. അവൾ ഇവിടെ തന്നെ വളരണം. അതിനുവേണ്ടിയാണ് അവളുടെ അമ്മ വീട്ടുകാരുമായി തന്നെ പിണങ്ങേണ്ടി വന്നത്. പക്ഷെ തുഷാരം മറ്റേ അലവലാതി കൊച്ചിനെ ഇനി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നാലോ? അത് തടയാൻ എനിക്ക് കഴിയും. വേരാമലാലേ, ഈ നാശത്തിന് നീന്തിനെ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നത്? നാശമോ? പിന്നെ ഇതിനെങ്ങോട്ടാ കൊണ്ടുപോകേണ്ടത്? ഇത് ചെറ്റ കുട്ടികൾക്കുള്ള അനാഥാലയമല്ല. ഇവൻ ചെറ്റക്കുട്ടിയോ? ഇവനുണ്ടാക്കിയ തന്റെ മോൻ ചെറ്റയാടോ? എന്നാൽ അവന്റെ തന്ത ചെറ്റയായിരിക്കണം. വീട്ടിൽ കയറി ഒന്ന് അനാവശ്യം പറഞ്ഞാ ഉണ്ടല്ലോ, വിവരം അറിയും. പന്നീന്റെ മോനെ, നീയാണോ നമ്മളെ വിവരം പഠിപ്പിക്കാൻ പറ്റണേ? താജു, നമ്മൾ പോണം. നിങ്ങൾക്ക് ഇവനെ വേണ്ടെങ്കിൽ ഇവനെ നമ്മൾ വളർത്തും. വയസ്സ് 19 ഇവനെ പോറ്റാനുള്ള കഴിവ് നമുക്ക് പഠിച്ചോണ്ട് അതിനുണ്ട്. മാമനെ, കുറെ മുതലാളിമാര് വന്നിക്കണം. അമ്മാവന്റെ സുഹൃത്ത് പറഞ്ഞതൊക്കെ കേട്ടല്ലോ. അമ്മാവനോട് നിന്നുകൊണ്ട, അല്ലെങ്കിൽ നായമോളെ, കുഞ്ഞിനെ വെറുതെ വയക്ക് പറയരുത്. അത് പടച്ചും പൊറുക്കൂല. അതിനെന്തറിയാം? പാവം, അത് പേടിച്ചു പോയി. ഇതാ മോളെ, ഇത് വെച്ചോ. കുഞ്ഞിന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്ക. വാങ്ങു മോളെ. എന്നാല് നമ്മൾ ഇറങ്ങട്ടെ മോളെ. അച്ഛന്റെ വീട് കാണാൻ പോയടോ മോനെ? നല്ല സ്വീകരണമായിരുന്നു അല്ലേ? എല്ലാവരും മോനോട് തുമ്മ വെച്ചു. നീ എന്തിനാടാ ഈ മഹാഭാവിയുടെ വയറ്റിൽ പിറന്നത്? നോ നോ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. നോ മോർ എക്സ്ക്യൂസസ്. എത്രയും വേഗം പണി തീർത്ത് പണം വാങ്ങണം. അതാണ് ഞങ്ങളുടെ പോളിസി. മാസങ്ങളായി ഞങ്ങൾ പ്രശാന്തിനെ കാവലിരിക്കുകയാണ്. നഹി നഹി നഹി, वो सब पैसा मिलने के बाद ഉടനെ എനിക്ക് പണം കിട്ടണം. ജോണി പ്ലീസ്, പണത്തിന് വേണ്ടിയാണോ നിങ്ങൾ എന്നെ അടച്ചിട്ടിരിക്കുന്നത്? ആണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം. 2 lakhs. തീർച്ചയായും. എങ്ങനെ? എന്നെ നാട്ടിലെത്തിച്ചാൽ. രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ആ നിമിഷം നിങ്ങൾക്ക് എന്നെ കൊല്ലാം. എന്നെ പ്രതീക്ഷിച്ചു കഴിയുന്ന ഭാര്യയും 2 കുഞ്ഞുങ്ങളും എനിക്കുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ചെന്നേ മതിയാവും. അതിനെന്ത് വില തരാനും ഞാൻ തയ്യാറാണ്. പ്ലീസ്, എന്നെ വിശ്വസിക്കൂ ജോണി. എന്നെ കബളിപ്പിക്കാൻ ശ്രമിച്ചാൽ? അതെനിക്കറിയാം. ഓക്കെ, ഇന്ന് നമ്മൾ നാട്ടിലേക്ക് തിരിക്കുന്നു. ബി ഹാപ്പി. किशोर, कुछ संभालो इसको. जी साहब. ഏതാണ് ആ സ്ഥലം? ഒരു അനാഥാലയം. ആ സ്വീറ്റ്സ് കൊണ്ടുപോയത്
അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ. മിസ്റ്റർ പ്രശാന്തൻ, എന്റെ അമ്പലവും പള്ളിയും എല്ലാം അവിടെയാണ്. അവിടുത്തെ കുഞ്ഞുങ്ങളാണ് എന്റെ ദൈവം. വർഷങ്ങൾക്ക് മുൻപ് ഞാനും നിങ്ങളെപ്പോലെ കൊല്ലാൻ വിധിക്കപ്പെട്ടവനായിരുന്നു. കൊല്ലാൻ കൊണ്ടുപോയപ്പോ ആ അനാഥാലയത്തിന്റെ മുന്നിൽ വെച്ച് അവിടുത്തെ ഒരു കുഞ്ഞു വണ്ടിക്ക് കുറുകെ ചാടി. കുഞ്ഞിനെ ഇടിച്ചു തെറിപ്പിച്ച വണ്ടി മുന്നോട്ട് പോയപ്പോ നാട്ടുകാർ തടഞ്ഞു. ഞാനൊഴികെ ബാക്കി എല്ലാവരും ഓടി രക്ഷപ്പെട്ടു. എന്നെ പോലീസ് പിടികൂടിയെങ്കിലും മരണത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു. അന്നു മുതൽ കുഞ്ഞുങ്ങൾ എൻ്റെ ജീവനാണ്. പിന്നീട് ഞാൻ ഈ വഴി കടന്നു പോകുമ്പോഴെല്ലാം അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും എത്തിച്ചു കൊടുക്കും. ഇതെന്താമ്മ ഇത്? അമ്മ മോന് വയറു നിറയെ പായസം തരാൻ കേട്ടോ. ചൂടാറട്ടെ. എപ്പോഴാ ആറുന്നേ? ഇപ്പൊ തന്നെ. നമുക്കതിനു മുൻപ് നല്ല ഉടുപ്പൊക്കെ ഇടാം. പായസം കുടിക്കാൻ എന്തിനാമ്മ നല്ല ഉടുപ്പ്? വേണം മോനെ. ഈ പായസം കുടിക്കാൻ നല്ല ഡ്രസ് വേണം. നമ്മൾ ഒത്തിരി പേര് കാണേണ്ടതാ. അമ്മ എന്തിനാ കരയുന്നേ? അമ്മയ്ക്ക് വേണ്ടേ? മോനെ കുടിപ്പിച്ചിട്ട് അമ്മ കുടിക്കാം. നമ്മളെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തു. നീ ഇത്രത്തോളം ചെയ്യുന്നു നമ്മൾ വിചാരിച്ചില്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോ ഇനി സമ്മതിക്കൂല. പടച്ചോൻ കൊടുത്ത് ഉയരൊടുക്കാൻ മനസ്സിന് അധികാരമില്ല മോളെ. മോള് വാ.